സ്ത്രീകൾക്ക് എന്ത് സുഖം എന്ന് പറയും? മൂഡ് സ്വിംഗ്. എന്തിനും പറഞ്ഞാൽ മതി മൂഡ് സ്വിംഗ് ആണ്. മൂഡ് സ്വിംഗ്. ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? മൂഡ് സ്വിംഗ്. അപ്പൊ ഒന്നും കഴിക്കാറില്ലേ? മൂഡ് സ്വിംഗ് ആണ്. പുരുഷന്മാർക്ക് ഒരു സ്വിംഗും ഇല്ല. നമുക്ക് എല്ലാ മാസം EMI അടയ്ക്കാനോ സ്വിംഗ് ഇല്ല, ഉറക്കെടുന്ന് ഉറങ്ങാൻ പറ്റില്ല, നമുക്കൊരു സ്വിംഗും ഇല്ല. പോയി പണിയെടുക്കുക. ഇവരെ സ്വിംഗിന് വേണ്ടിയിട്ടുള്ള വേറെ പണിയും നമ്മൾ എടുക്കണം. ഹലോ, അപ്പം ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനലാണുള്ളത്. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന എന്തെങ്കിലുമൊക്കെ റീൽ ഇതിലോട്ട് ഷെയർ ചെയ്യുന്നു. എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചാനൽ. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് റിയാക്ട് ചെയ്ത് ഒരു 10 വ്യൂസ് ഉണ്ടെങ്കിൽ അതായാലും മതി, 10 പേരെങ്കിലും അറിയണം. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ഇതിനു മുന്നേ നമ്മുടെ ഒരു പ്രമുഖ നടി ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, പണിയില്ലാത്തവർക്ക് വരുന്നൊരു തരം സംഭവമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അന്ന് ഞാൻ പ്രതികരിക്കണമെന്ന് വിചാരിച്ചു, പ്രതികരിച്ചില്ല. പിന്നെ പേഴ്സണലി എനിക്ക് കുറേ കാര്യങ്ങൾ കമൻസ് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടണമെന്ന് വിചാരിച്ചു, അതും ഞാൻ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ പ്രതികരിക്കണമെന്ന് എനിക്കങ്ങ് തോന്നി. 10 പേര് കാണണമെങ്കിൽ അത് മതി, 10 പേർക്കൊരു മാറ്റം ഉണ്ടാവുമെങ്കിൽ അത് മതി. ആക്ച്വലി ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത് ഒരു തമാശയല്ല. അയാൾ എന്ത് ലാഘവത്തോടെയാണ് അത് സംസാരിക്കുന്നത്. അത് കേട്ട് ചിരിക്കാൻ വേണ്ടി കുറേ ലേഡീസും. എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ ഒരു എസ്കേപ്പ് ആവാൻ വേണ്ടി പറയുന്ന ഒരു വേർഡല്ല ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് മൂഡ് സ്വിങ്സ് ഇല്ലെന്ന് ആരാ പറഞ്ഞ ഇയാളോട്? ജസ്റ്റ് ഗൂഗിൾ ചെയ്യ്, അല്ലെങ്കിൽ ചാറ്റ് GPT-യോട് ചോദിക്കുക. പുരുഷന്മാർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ, ആൻസൈറ്റി ഉണ്ടോ, ആങ്കർ ഉണ്ടോ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മുടെ പീരിയഡ്സ് ടൈമിൽ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് ലേഡീസിൻ്റെ മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. നമ്മളെ ഗേൾസും ബോയ്സും ഒരു മൂഡ് സ്വിങ്സ് വരുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ കരഞ്ഞു തീർക്കും, അല്ലെങ്കിൽ നമ്മൾ പറയും നമുക്ക് മൂഡ് സ്വിങ്സ് ആണെന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ബോയ്സ് അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. നമ്മൾ കരയുവാണെങ്കിൽ ചിലപ്പോൾ ബോയ്സ് അത് ആങ്കർ ആയിട്ടായിരിക്കും കാണിക്കുന്നത്, ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ട്. വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്സ്. മനസ്സിലായല്ലേ? പിന്നെന്താ, നമുക്കിപ്പോൾ 4 ആൾക്കാരുടെ മുന്നിൽ കരയുന്നതിൽ പ്രശ്നമില്ല, ബോയ്സിനും പ്രശ്നമില്ല. പക്ഷെ ചിലർ ധരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ആൺകുട്ടിയാണ്, കരയാൻ പാടില്ല. അപ്പോൾ ഒരു ഡിപ്രഷനോ മൂഡ് സ്വിങ്സോ വന്നു കഴിഞ്ഞാൽ കരയില്ല. അത് ചിലപ്പോൾ അവർ ആങ്കറായിട്ടായിരിക്കും തീർക്കുന്നത്. ലേഡീസിൽ ആങ്കറായിട്ട് കാണിക്കുന്നവരും ഉണ്ട്, ജസ്റ്റ് കരങ്ങി തീർക്കുന്നവരും ഉണ്ട്. അപ്പോൾ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത് ഒരു തമാശയല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോയ ഒരാളാണ്. ചിലർ പറയുന്ന കേൾക്കാം, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന വെറുതെയാണ്, അങ്ങനെയില്ല, അതാണ് ഇതാണ്. ആര് പറഞ്ഞു? അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. സോ ഇറ്റ്സ് നോട്ട് ഫണ്ണി. ഹ്യൂമൻസിൻ്റെ കുറച്ച് ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെ ഒരാളല്ലേ. എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, ഞാൻ റിയാക്ട് ചെയ്തു. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.